നമ്മൾ വീട്ടിലെത്തി ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം തൊട്ടടുത്ത മാളിലേക്ക് പോകാമെന്നായിരുന്നു. കാരണം വന്നപ്പോൾ തന്നെ ബേബി നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ അവളുടെ ഉറക്ക ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് കരുതിയിട്ട് കുറച്ച് നേരം അവൾ ഉറങ്ങി. അവളുടെ പാലൊടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള മാളിൽ പോകാന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇനി മാളിൽ പോയിട്ട് മാളിലെ വിശേഷങ്ങൾ കാണാം. മാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും ബേബി റോളറൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം മാളിലാണല്ലോ, അപ്പോൾ സുഖമായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ അവൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളത് അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇരിക്കാനുള്ളത് അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാളിൽ പോയാൽ 3 ആണ് നമുക്ക്. കാരണം നമുക്ക് ലിഫ്റ്റിൽ തന്നെ ലിഫ്റ്റിൽ ഇപ്പോൾ ഈ 3 എടുത്തു കഴിഞ്ഞാൽ മാളിലേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി എന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എളുപ്പ വഴി എന്ത് ചെയ്യാം, മാളിലോട്ട് പോവാം. അങ്ങോട്ടാണോ? ഇവിടെ 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 പാർക്ക്, വണ്ടിയുടെ പാർക്ക്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ ലിഫ്റ്റിൽ P3 അടിച്ച് പുറത്തിറങ്ങി. കാരണം ഇവിടുന്ന് നമുക്ക് എളുപ്പത്തിൽ കയറാം. അപ്പോൾ എളുപ്പത്തിൽ കയറാന്നാ പറഞ്ഞത്. അപ്പോൾ ഇതാ വരുന്നു ഹനി. ദിസ് വേ ബോളിവാർഡ് കണ്ടില്ലേ? ബോളിവാർഡ് ദിസ് വേ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വഴി പോകുന്നു. ഓക്കെ, ബേബി സുഖിച്ചിരിക്കണം. ടൂർ വന്നിട്ട് അവൾക്ക് നടക്കാൻ ഭയങ്കര മടിയായി. അപ്പം അത് കാരണം ഫുള്ള് എന്തൊക്കെയോ പറയണ്ടവള്. ഒന്ന് ചാടിക്കണം, അവിടെ ചാടിക്കേണ്ടി ഒരു സൈഡിൽ കൂടെ കിടാ നേരം. നമ്മളപ്പോൾ അവിടെ നിന്ന് നമ്മളെ കാർഡ് പ്രസ് ചെയ്തു ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, നേരെ മാളിനുള്ളിലാ. അത് ഭയങ്കര സൗകര്യമായി പോയല്ലോ. കാരണം ഇവിടെ നിന്ന് തന്നെ കാണാം നമ്മൾ താമസിക്കുന്നത് ഇത് അവിടെയാണ്, ഈ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അവിടുന്ന് ആ സൈഡിൽ എക്സിറ്റ് അടിച്ച് ഇങ്ങോട്ട് കയറാം. അപ്പോൾ കണ്ടില്ലേ, മാളിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ കണ്ടില്ലേ, തൊട്ടടുത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. ആ സൈഡിലും വെലോസിറ്റിയുടെ സെക്യൂരിറ്റി ഉണ്ട് അല്ലേ? അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. അതിൽ 2 പോസ്റ്റാണ്. ഇത് ഗ്രാബല്ല, ഇത് എവിടുത്തെ റെസ്റ്റോറൻ്റാണത്? ഹർബുണ്ടാ അതൊക്കെ ഹർബൂർ കുറേ കാണിച്ചു വിളിക്കുക. എന്ത് വലിയ മീനാ അത് നോക്ക്, നല്ല വലിയ മീനില്ലേ. നല്ല അടിപൊളി മീനില്ലേ. ബേബി ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാനുള്ള ഉദ്ദേശത്തില്ല, ഇറങ്ങാനുള്ള പ്ലാനാ ഞങ്ങളുടെ. അപ്പം മാലിലേരി വാപ്പനൊക്കെ പറഞ്ഞതാ. അപ്പോൾ വാപ്പ ഇപ്പോൾ ചോള ശരിയാക്കാണ്ട് ശരിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ കാട്ടാരമാൾ പോലെ തന്നെ റെസ്റ്റോറൻറ്റ്, പക്ഷെ റെസ്റ്റോറൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഫുഡിനെ ഭയങ്കര ഇത് കൊടുക്കും അവർ. നമ്മളിൽ കുറേ മാക്സി അതൊക്കെ വെച്ചാൽ നടക്കും. അല്ലാണ്ട് ഇങ്ങനെ ഫിഷൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നടക്കില്ല. ഫുഡ് പറ്റിയിട്ട് ഫുള്ളിലോട്ട് മലേഷ്യനോ അങ്ങനെ ഫുഡാണ്. സിഗ്നേച്ചർ വാർഡ് മെഡിക്കൽ സെൻറ്റർ. നമ്മൾ മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഡെസ്റ്റിനായിട്ട് നടക്കാൻ പോയിട്ട് നമ്മൾ മുമ്പ് പോയോട്ടെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി.
അപ്പോൾ ഉമ്മ പറഞ്ഞു സൺബേസിറ്റിൻ്റെ മാളിൻ്റെ എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ ഉമ്മാനെ അങ്ങോട്ടേക്ക് നടക്കുന്നത് ഞങ്ങൾ ഉമ്മാനെ ഫോളോ ചെയ്ത് നടക്കുന്നത്. ഇവിടെ കുറേ ഫുഡിൻ്റെ സ്ഥലങ്ങളാണ്. നമുക്ക് റൈറ്റ് ലെഫ്റ്റ് നോക്കിയാൽ ഫുഡ് കട കുറേ ഫുഡിൻ്റെ ഇട്ടു. ഇവിടെ കുറേ ഫുഡിൻ്റെ എല്ലാ സ്ഥലത്തും ഫുഡാണ്. അതേ അടുത്ത ഫുഡിൻ്റെ സ്ഥലം ഒക്കെ ഫുഡായി ഫുഡ് ഒരു മാറുന്ന ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ഫുഡുണ്ടാവും. ഫുഡ് അടുത്ത ചൈനീസ് ഇതാണ് വാപ്പ കണ്ടുപിടിച്ചത്. ചൈനീസ് റെസ്റ്റോറൻറ്റാ ഇവിടെ. റെസ്റ്റോറൻറ്റ് തന്നെ റെസ്റ്റോറൻറ്റിനെ വെച്ച് മാറില്ല. റെസ്റ്റോറൻറ്റ് തന്നെ ഉള്ളൂ. ഇവിടെ പിന്നെ അവർക്ക് മസാല ടൈപ്പുകൾ പാടാണ്. ഭയങ്കര പൊട്ടവരാണ്. ഛർദ്ദിക്കാൻ പറഞ്ഞു. എന്തോരം റെസ്റ്റോറന്റുകളാണ് ഇവിടെ. റെസ്റ്റോറൻറ്റിൽ മാത്രമല്ല ഇവിടെ, വേറെ ഒന്നും ഇല്ല ഇവിടെ. ഇവിടെ റെസ്റ്റോറൻറ്റ് വിൽക്കണില്ല. നമ്മളുടെ അവിടെ റെസ്റ്റോറൻറ്റ് കുറച്ചേക്കും, പക്ഷെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവും. കണ്ട ബ്രെഡ് ന്യൂസ്. ഓ ചിക്കൻ ഇവിടെ ലൈവ് ആയി. അവിടെ ഫ്രണ്ടിൽ ഒരു സ്റ്റാൻഡ് വെച്ച് മെനു വെച്ച് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടാവും. നമ്മൾ മെഡിക്കൽ സെന്റർ എത്തിയ ഫേഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. ഇതുപോലെ ആക്കിയെടുക്കും. ഷിമിയോട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊരു കൊറിയൻ പെണ്ണിന്റെ ലുക്കിലിട്ട് വരും ഷിമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയും. അയ്യോ അമ്മച്ചി ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയും. എന്ത് അങ്ങനെ പറയണോണ്ടല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് സ്റ്റോപ്പായോ? അപ്പോൾ ഇപ്പഴാ ഞങ്ങൾ ശരിക്കുള്ള മാറിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കുള്ള മാറിട്ടില്ല. ആൽമണ്ട് കോട്ട എല്ലാ സ്ഥലത്തും ഫുഡ് ജ്യൂസ് മാത്രമല്ലോ, വേറെ ഒന്നുമില്ല. ഓ റാണി മട്ടിട്ടുണ്ട്. എന്തായാലും മട്ടി റാണി. ഓക്കെ മകൾ പ്രശ്നം. അപ്പം ഞാൻ നടക്കാൻ പോകുന്നു. ഇപ്പോഴാണ് നമ്മൾ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എത്തിയത്. ഡ്രസ്സ് സംഭവങ്ങളൊക്കെ എത്തി. 2 brands, qualities and variety. Congratulations on your grand premiere from Interior Medical. ഓക്കെ അതാണ് നമ്മൾ ഞാൻ പോകുന്നില്ല. ഇപ്പോഴാണ് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടല്ലേ. മറ്റേ സ്ഥലം പുറത്താണ് തോന്നുന്നുണ്ട്. ഡ്രസ്സുകളൊക്കെ സബ് വോറ് ഇവിടുത്തെ എല്ലാ ബ്രാൻഡിൻ്റെ നെയിം ഇട്ടില്ല. സബ് വോട്ടി ഇവിടെ. ഓ ഇവിടെ ഒക്കെ റെഡാണല്ലേ. റെഡും ബ്ലാക്കും മാത്രം. ഫുള്ള് റെഡും ബ്ലാക്കും മാത്രം. G2000 അതൊക്കെ ഇതാണുണ്ട്. അതൊക്കെ ഇതാണുണ്ട്. അതെ ഇവിടെ ബാഗ് സാധനങ്ങളൊക്കെ ലഗേജ് ഷൂ അതൊക്കെ. ഓ എക്സസൈസ് സാധനങ്ങളൊക്കെ പ്രൈസ് 0. വാപ്പാ 0 റിംഗിട്ടാ. 0 റിംഗിട്ടാ. ഓ ചെയ്യാൻ ചിലപ്പോൾ 0 റിംഗിട്ടേക്കും. ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്. 0 റിംഗിട്ട്. ഉമ്മക്കാരെ ട്രൈ ചെയ്യില്ല. റിലാക്സിങ് സാധനം ചെയ്തു. Oh. It's good for the blood circulation. And very anti-bac. Yeah, try out. Actually, we still can change the difference of the attachment. That's the original Circulation will be high. Very good. Use any of the massager. Oh wow, കൈനാ മെസ്സിക്കാൻ. നമ്മളിവിടെ ട്രൈ ചെയ്യിപ്പിക്കാൻ പോകുന്നു. എങ്ങോട്ടാ പോയത്? അപ്പോൾ ഇയാൾ നമുക്കിപ്പോൾ മസാജിൻ്റെ ഓരോ എക്യുപ്മെൻറ്റ്സ് കാണിക്കുന്നു. അപ്പോൾ ഹീറോ ഹാനും ഇവിടെ കളറിങ് തുടങ്ങി. ഇതൊക്കെ ഫ്രീ ആണ്. 0 റിംഗസിന് ഇരിക്കുന്നുണ്ട്. 0 റിംഗസ് പ്രൈസ് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ഇതാ
She can try this one. Yeah, sure. Okay, give me Or else you can just try out with this one. You can buy no need to buy. Just came for visiting only. Sorry? We came here for visiting. Came over visiting. Yeah. Came over visiting. From where? From India. India. Oh, from India. Maybe you can try with this one. Yeah, try. Yeah. അവിടെ ട്രൈ ചെയ്യാൻ വിളിക്കുന്നത് ട്രൈ ചെയ്യാൻ പോകുന്നു ഉമ്മടെ ട്രൈ ചെയ്യുന്നത് So you can clearly see that. But this is very big speed. ഉമ്മടെയൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ പോകുന്നു Switch out with this. So firstly, they will just put it up. Scan the body. That's how it ഉമ്മക്ക് ഉള്ളിൽ കുറച്ച് പേടിയുമുണ്ട് Or like we have the ആടെ കളേഴ്സ് ഒന്നും പൊട്ടിക്കലട്ടാ ആടെ കളർ കഴിഞ്ഞിട്ടാ സംഭവത്തിന് നമുക്ക് അത് പൊളിക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല ഉമ്മക്ക് ഉള്ളിൽ കുറച്ച് പേടിയുമുണ്ട് റിലാക്സും ആവുന്നുണ്ട് അങ്ങനെ ഷിമി ഇവിടെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് നേരമായി ഇപ്പോൾ അത് തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനെന്തായാലും ഇപ്പോൾ അത് കാരണം കട്ട വെയിറ്റിങ്ങിലാണ്. ആക്ച്വലി ബേബി ഹാനി ഒക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിത് ഇവിടെ ഫുൾ കളറിങ്ങിലാണ്. കാരണം ഇവിടെ ഷിഹാൻ ഇത് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് ബേബി ബേബി ആകെ വരച്ച് ഇതാക്കുന്നുണ്ട്. കാര്യമായിട്ട് ഭയങ്കര കളറിങ്ങിലാണ്. ഓ ദാനി കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഈ മിനിയൻസിൻ്റെ പോസ്റ്റർ അതേ കാണുന്നുണ്ടല്ലേ? മിനിയൻസിൻ്റെ അതേ കാണുന്നു. അപ്പോൾ ഷിമിരെ ഇത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇനി അടുത്ത യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് റിലാക്സ് ആൻഡ് റീചാർജ് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ മാള് ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കിഡ്സു എന്ന് പറഞ്ഞതാണ് ശരിക്കും ഓൺലൈൻ ഷോപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഓൺലൈനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനായിട്ട് ഈ മാളിൽ വെച്ചിട്ടുള്ളതാണിത്. എല്ലാ ഐറ്റംസും അവരുടേതാണ്. ശരിക്കും ഒരു സ്റ്റോറല്ല, അവരുടെ ഈ മാളിലൊരു പ്രൊമോഷനായിട്ട് വെച്ചിട്ടുള്ളത്. ഒരു ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാവർക്കും അവരിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഐസ്ക്രീം മേടിക്കാൻ വിചാരിച്ചു. ഇവിടെ വേണ്ട ഐസ്ക്രീമിന് അവർ പറയുന്നത് കോളസ്റ്റിൻ ടൗണിലാണ്. കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഉമ്മ ഇപ്പൊ എല്ലാം കറക്റ്റ് അല്ലേ? നല്ല വയലൻ്റ് ആയിരുന്നു. ഒരു വിധമാണ് ഒതുക്കിയതെന്ന് പറയാം. കാരണം അത് ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഇപ്പോൾ ആളൊന്ന് അടങ്ങിയിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇപ്പോഴാണൊന്ന് അടങ്ങിയിരിക്കുന്നത്. ആദ്യം അവിടുന്ന് ആ കളർ പെൻസിലും ഇതൊക്കെ ഇട്ട് വരക്കൽ തീരെ മതിയായിട്ടില്ല. വീണ്ടും വരച്ചുകൊണ്ട് അവിടെ ഇരിക്കാനുള്ളത് അടുപ്പായിരുന്നു. അപ്പോൾ അത് കാരണം ഒന്ന് ഒതുങ്ങി. അപ്പോൾ നമുക്ക് ബാക്കി മാള് വീണ്ടും എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ നടക്കില്ല, അത് നേരെ തിരിച്ച് വീട്ടിൽ പോകാന്നുള്ളത്. അപ്പോൾ അതേ നമ്മൾ പറയും ടേസ്റ്റി ഫുഡിൻ്റെ അടുത്ത് ബേബിയുടെ ഫ്രണ്ടിലേക്ക് അതെ ബേബി കല്ല അത് ഭയങ്കര അങ്ങനെയുണ്ട്. ഈ ആള് കൊള്ളാലടാ. ഡ്രസ് ഓ അവിടെ നോക്കിയാൽ നല്ല അടിപൊളി അല്ലേ? ഓ നോക്കി എന്താ രസം കാണാൻ. ഓ എന്താ ഇത്? ഓ താഴത്തെ സീനം നോക്കിയേ. സൺവേ വെലോസിറ്റി മാള് അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്.
ഈ നോട്ടം എന്തിൻ്റെതാണെന്നറിയോ? ലിഫ്റ്റിൽ കയറിയിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യാൻ കിട്ടാത്തതിൻ്റെ ഒരു ഇതാണ്. കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയാണ് വേണ്ടിയില്ലേ. ഓ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു പോകേണ്ടതായിരുന്നു. മിസ്റ്റർ ഷിൻസാന്റെ തല കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അവനത് നമ്പർ 1 പ്രസ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തൊരു ലൈറ്റാ. ഓ ഷിമി, ഇവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറായിരിക്കും. കണ്ടില്ലേ, ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കൂ. എൻ്റെ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ. അല്ല ഡു നോട്ട് സ്റ്റെപ്പ് ഓർ സിറ്റ്. അല്ല, നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലേ, ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിയില്ലേ, അതിൻ്റെ ഉള്ളിൽ നല്ല താഴത്തൊക്കെ നല്ല ഡിസൈൻ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. എറിയല്ല എടുത്തിട്ട് ഹാനി അങ്ങനെ ചെയ്യല്ലേ. ഗോപ്രോണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. കോർണറിലൊക്കെ ആയിട്ട് ഷോപ്പാണ്. ഷോപ്പ്. ഓ, എന്ത് ചെയ്യാനാണ്? അതുപോലത്തെ ഷേപ്പ് ഉണ്ടാക്കുമോ? ആക്കോ, ഇവര് ചെയ്യും നോക്കാം. ഹാനി സർക്കർ ഉണ്ടാക്കി നോക്കേ. സർക്കർ ഇവിടെ സർക്കർ എല്ലാവരും സർക്കർ. ഇതെന്തോ ഇട്ടപ്പെട്ട് മടപ്പെട്ടിട്ട് ഓ 1 പേപ്പർ ഉണ്ടാക്കണം. ഹാനി ഇതിൻ്റെ 1 ഇവിടെ 1 yellow ട്ടാ. 1 yellow ഇവിടെ. ഹാൻസ് ഇവിടെ ഇവിടെ 1 yellow. ഇത് ഇവിടെ വെക്കാൻ. എന്താ ഇവിടെ വെക്കാൻ? ഇതിങ്ങടെ വെക്കും വേണ്ട. പിള്ളേർക്ക് ആക്ടിവിറ്റീസ് ഓരോന്നാണ്. ഓ, ഇത് ഫുള്ള് കുട്ടികളുടെ ഐറ്റംസ് ആണ്. കുട്ടികൾക്ക് കൗണ്ടിങ് ഒക്കെ പഠിക്കാനുള്ളത് ഉണ്ടല്ലേ. ABCD ലെറ്റേഴ്സ്, അതുപോലെ ബിഗിനേഴ്സിനുള്ളതാണ്. സാനി ഇതിനല്ല, സാനിക്ക് ഇത് പറ്റിയതല്ല. ഫുൾ അതുപോലത്തെ ഐറ്റംസ് ആണ് ഉള്ളത് കണ്ടില്ലേ. കൂടുതൽ ബി യുവർ ചൈൽഡ്സ് പാർട്ട്ണർ. ഫുള്ള് കുട്ടികളുടെ ഐറ്റംസ് ആണ്. ഫുള്ള് അല്ല അല്ല അതുപോലത്തെ ഐറ്റംസ് ആണുള്ളത്. ഇതുപോലെ ഈ പസിൽസൊക്കെ ഫുള്ള് അതുപോലത്തെ ചെറിയ ഇതകളെല്ലാം ഉണ്ട് ഇവിടെ. സ്റ്റോൺസ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതാണ്. അതിൻ്റെ ഡിസൈനുകൾ ഫുള്ളായിട്ട് അവരതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞാ? ഓ, നീ അത് കറക്റ്റായിട്ട് ചെയ്തു. ആ, കറക്റ്റാണല്ലോ. നീ വലിയ ആളല്ലേ. അതുപോലല്ല ബേബീസൊക്കെ ചെയ്യണം. കുട്ടികളുടേതാ. അടാ, ചാല് വരെ വന്നിട്ട് കളിക്കാൻ തുടങ്ങി. വലിയവർക്കും പറ്റില്ല. ഓൺലി ഫോർ കിഡ്സ്. പ്രായം ജസ്റ്റ് ഒരു നമ്പറാ. ഏജ് ജസ്റ്റ് ഒരു നമ്പറാ. അതുകൊണ്ടാണ് ഞാൻ തീരെ പ്രായമാവാത്തത്. ചെയ്തോ ബാബ ഇത് കുറച്ച് ഹാർഡാണ്. ഓക്കേ, യു കാൻ സിറ്റ് ഹിയർ. വാപ്പ ഇത്ര വലുതായിട്ട് വാപ്പക്ക് ചെയ്യാൻ പറ്റില്ല. യു കാൻ സിറ്റ് ഹിയർ. വാപ്പതേ അവിടെ ഇരുന്നോ. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഇതോ ഏത് വിസാണ്. നീ അത് ചെയ്തോ. ഓ, ഹാനിത് കറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തു. അതെ, ഫോർ ചാരിറ്റി.
Our charity campaigns mean that with 100 ringgit you purchase, we will give you a 20 ringgit voucher, and then we will donate a toy for the orphan. Yeah, so if you purchase, let's say you purchase until 200, then we will give you 20 ringgit voucher, and then we will donate 2 toys to the orphan. ഓർഫൻസ് ഓക്കെ. നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ 2 ടോയ് അവർ ഓർഫൻസിന് ചാരിറ്റി ആയിട്ട് കൊടുക്കും. നല്ല ആക്റ്റീവാണ്. ഓക്കെ, ബേബിനെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇളക്കാന്നുള്ളത് കുറച്ച് പണിപ്പെട്ട കാര്യമാണ്. ഷിമി അവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ ഇൻട്രസ്റ്റിലാണ്. ഇല്ല, അത് ജസ്റ്റ് വേറൊരു കവറിലാക്കി തന്നാൽ പോരെ അവർ. അതിനാണ് കാരണം വെച്ചാൽ കാണണ്ടേ അത്. ഷോ ഉണ്ട്. ഗിഫ്റ്റ് നല്ല വലിയ വില ഒന്നുമില്ല, കാരണം നമുക്കിവിടെ 9 റിംഗറ്റ്സേ ഉള്ളൂ. എല്ലാം ഈ ക്യാപ്പൊക്കെ ക്യാപ്പ് അതെ, ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് ഷോപ്പിൽ. വലിയ പ്രൈസ് ഒന്നുമില്ല, കാരണം ഇതൊക്കെ ഈ ക്രിസ്മസിൻ്റെ ഇതിനൊക്കെ വെക്കുന്നതാണ്. റാപ്പിംഗ് പേപ്പറാണ് അതുള്ളത്. എന്തായി ഇവിടെ ഇരുന്നോ. ഡാ ബേബി ഓടുന്നേന്ന് നോക്കേ. അവനത് ചെയ്തേ കണ്ട, ക്ലൗണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്ത് കണ്ട. വാട്ട്സ് യുവർ നെയിം? അവൻ എന്തോ ഒരു പേര് പറഞ്ഞു, പക്ഷെ അവനത് സൂപ്പറായിട്ട് ചെയ്തു. ഹായോ. ഷിമി അടുത്തത് മോതിരത്തിന്റെ സെക്ഷനിൽ കയറി. റിയൽ അല്ല, എല്ലാം ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ്. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. 108. ഇടാ അങ്ങനെ തട്ടല്ലടാ ഒന്നും. നല്ല ഒരു പ്രത്യേക മണം ഉണ്ടല്ലേ ഇവിടെ. ദേ പോകുന്നു. എന്താണ് ഇന്ന് വന്നിട്ടുണ്ടല്ലോ, കൂടുതൽ സമയം ഇവള് ഇങ്ങനെ വാശിയായിട്ട് ഓരോന്ന് കാണിക്കലായിരുന്നു. അല്ല, മാളിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ വേണ്ടിയിട്ട് നോക്കും. ഫുൾ ടൈം ഇതായിരുന്നു. ഫുള്ളായിട്ട് അവൾ ഒരേ കുസൃതികൾ കാണിക്കലായിരുന്നു. എങ്ങോട്ടാണ്? എന്താണ്? വാ. അവരൊക്കെ ഇവിടെ? ഷിമി എവിടെ? ഒരേ കുസൃതി കാണിക്കല പരിപാടി അവൾക്ക്. ഫൈനലി ബേബി ട്രോളിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ പോരാ. ഷിമി ഞാൻ തള്ളണ്ട, നീ തള്ളണം. ഷിമി തള്ളണം, നീ വിളിക്കണം. ഓക്കെ, ഷിമി തള്ളിക്കോ. ഓക്കെ, ഷിമിയാണ് ആക്കണത്. ഓക്കെ, അല്ല അങ്ങടാ പോണ്ടത്. മാറിക്കടാ. നീ ഒന്നും വേണ്ട, മാറിക്ക്. ബാക്കിൽ നിങ്ങളൊക്കെ ബാക്കിൽ മതി. ചെക്ക് ചോദിച്ചിട്ടില്ല. നമ്മൾ 4ാമത്തെ ഫ്ലോറിലാണ് ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകാന്നുള്ള പരിപാടിയാണ്. ബേബി നല്ല സീനിലാണ്, കാരണം തീരെ ഒതുങ്ങണില്ല. ഇതെന്തത് റൈസ് തന്നെയാണോ? നല്ല ഇതാക്കി വെച്ചിരിക്കുകയാണ്, മോഡലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് പ്രൊമോഷൻ സെറ്റൊക്കെ വെച്ചിരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഷോപ്പ് പോയിട്ട് അവിടെ ട്രൈ ചെയ്യാം.
LFC ആ? ഓ KFCക്ക് പറയുകയാണോ? ഇതാണ് ഫുഡ് കോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതാ പിള്ളേരെ എത്തിക്കൊണ്ടുപോകുന്ന ചെറിയ കളിക്കണ വണ്ടി. ഈ ഭാഗ്യം നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഇപ്പോൾ അവിടെ നോക്കി നിൽക്കണ വേണ്ട. ഇതിനിപ്പോൾ അത് കയറാൻ പറ്റാത്ത അവസ്ഥയായി. ഇല്ലെങ്കിൽ ഇപ്പോൾ അത് അതിൽ കയറണം എന്ന് പറഞ്ഞാൽ ഇല്ലേ ബേബി? ഗൈസ്, നമ്മൾ താഴെ വന്ന് കയറിയ സമയത്തുള്ള ഇതുണ്ടല്ലോ, ഹോട്ടലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോകാനുള്ള പരിപാടിയിലാണ്. ആക്ച്വലി നമുക്ക് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങൾ മനസ്സിലായില്ല എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ചിക്കൻ അങ്ങനത്തെ ആ രീതിയിലുള്ളതൊന്നും കാണുന്നില്ല. അപ്പം എന്താണ് എന്തോ ഒരു ചിരി എന്തോ പറയാമെന്ന് പറഞ്ഞോ? അത് പറഞ്ഞോ? നീ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നോക്കിയിട്ട് ഇതാക്കുകയാണ്. അതാണ്. പിന്നെ എന്താണ് മുടി വലുതായിട്ട് മുടി വെട്ടിയാലോ എന്നാ നിന്റെ ആഗ്രഹം? ഇപ്പം മുടി വെട്ടിയാലോ എന്നാണ്? ഫുഡ് കഴിക്കണമെന്ന്. ഞങ്ങൾ ഒക്കെ ഫുഡ് എന്തെങ്കിലും കഴിക്കാന്നുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അവൻ്റെ ആഗ്രഹം മുടിയൊന്ന് ഇവിടുന്ന് വെട്ടിയാലോ എന്ന്. കാരണം ഇവിടുത്തെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടിട്ട് അവനക്ക് തോന്നി മുടി വെട്ടണമെന്ന്. അല്ലേ? പക്ഷെ എന്താ ചെയ്യാം. ഇവിടുന്നൊരു ഫ്രം ജപ്പാൻ ഫുഡ്. ജപ്പാൻ്റെ ഫുഡാണ്. അപ്പോൾ ഒരു ആൽമണ്ട് കോക്ക ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കണം. ഞങ്ങൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ടുള്ളത് ജപ്പാനിക്കാണ്. ആ സസ്പെൻസ് പൊളിച്ച്. നോ ഷുഗർ. ഷുഗർ ഇല്ലാത്ര. അപ്പോൾ കുടിച്ചോക്കട്ടെ എങ്ങനെയുണ്ടോ. വേറെ ഗ്ലാസ് തരോടാ. അവന് എന്തൊരു കഷ്ടമാണ്. ഞാൻ കുടിച്ചത് തന്നെ കുടിക്കണമെന്ന് അവന്. എന്തായി? ഷുഗർ ഇല്ല ഇതിൽ. ഷുഗറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അല്ലേ? നോ ഷുഗർ. ഷുഗർ ഇല്ലാത്തൊരു പ്രശ്നമുള്ളൂ. സംഭവം ഒക്കെയാണ്. ഷുഗർ ഇല്ലാത്തൊരു പ്രശ്നമുള്ളൂ. യു ഡോണ്ട് ഹാവ് ഫ്ലേവർ വിത്ത് ഷുഗർ. യു ഹാവ് ഫ്ലേവർ വിത്ത് ഷുഗർ. ആ ഷുഗറുള്ള ഫ്ലേവറും. ആ അത് വല്ല മനസ്സിലായ? വല്ല മനസ്സിലായ? ആ ഗൈസ്, എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഷിമിക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. ഷിമി അതും പിടിച്ച് പോയിട്ടുണ്ട്. എന്താണെന്നുള്ളത് കണ്ടറിയാം. ബില്ല് പേ ചെയ്യാൻ അവരുടെ ഒരു പൈസ ഉണ്ട്. അതിന് ഇനിയിപ്പോൾ ഞാൻ കൊടുക്കണ്ട പൈസ? 40. ആ ഞാൻ കരുതി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നേ. Want the original or the less sugar? With the sugar. With the sugar. ഗൈസ്, അങ്ങനെ ഇവിടെ ബേബിയുടെ ഒരു വീഴ്ച കഴിഞ്ഞു. അത് കാരണം ബേബി ഒന്നും കാണണ്ടാവുന്നതേ ഇരിക്കണം. ഇവിടെ എനിക്കൊന്നും കാണണ്ടാവുന്നതേ ഇരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ബോക്സ് പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോണ്. അതിന് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കോ? മിസ്റ്ററി ബോക്സ് പോലെയാണ്. 2 എണ്ണം ചൂസ് ചെയ്യും. ഓക്കെ 2. ഓക്കെ ആര്? സാനി ഹാനിയാണോ ചൂസ് ചെയ്യാൻ പോണേ? ഏതായത്? ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യ്. അതാണോ? അതാണ് എടുക്കണത്? യെസ്. ഓക്കെ അതാണ് ചെയ്യണത്. ഓക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടാ? മൈൻഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടാ? മൈൻഡ് ചേഞ്ച് ചെയ്താ? ഏതാ ചേഞ്ച് ചെയ്ത്? ഇതാണ് എടുക്കണേ? ഓക്കെ എങ്ങനെ കൊടുക്കും? യെസ്. ആ ഓ ഓക്കെ സാനി പിക്ക് ചെയ്ത് എന്താണ് കാണിച്ചേ? ഓ
ഓ പോക്കിയുടെ ട്രക്ക് പോലത്തെ ഇതെന്തത് ഹാൻ്റെ കയ്യിലുള്ളത് എന്താണത് എന്താ കിട്ടിയിട്ടുള്ളത് ഓ വെയിറ്റ് ഞാൻ പൊട്ടിച്ചത് ഇങ്ങനെ ഓപ്പൺ ആക്കാനിണ്ട എന്താ അത് ഇങ്ങനെയാണ് തുറക്കണത് വലിക്കല സംഭവം കവറോളല്ലേ അതെ ബാഗാ തൊപ്പിയ ഡ്രസ് അല്ലടാ ബാഗാ ആനിക്ക് ബാഗാണ് കിട്ടിയതില്ലേ അതിന്റെ കൂടുതൽ ബാഗ് ചുരുക്കിയിട്ട് എടുത്തേക്കാനുള്ളതാ ഓക്കെ അപ്പൊ ഈ സാധനം കീഴിട്ടത് പിടിച്ചോ അപ്പൊ എന്തൊക്കെ വാങ്ങിച്ചത് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചു 2 ആൽമണ്ട് ഒരെണ്ണം വാങ്ങിച്ചു അപ്പൊ ഒരെണ്ണം ഫ്രീ കിട്ടി ഓക്കെ അപ്പൊ ഇവിടുന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം നമ്മളിവിടുന്ന് നേരത്തെ വന്ന അതേ വഴിയിലൂടെ തിരിച്ചു പോവാണ് അപ്പോൾ തിരിച്ചു പോയിട്ട് ഇപ്പം നമ്മളെ മാളിൻ്റെ അടുത്ത് കൂടെ എത്തും ഏകദേശം നമ്മളെ മാളിൻ്റെ അടുത്ത് കൂടെ എത്തും അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഹോട്ടലുകൾ കയറാന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയപ്പോഴാണ് നമ്മൾ ആ ഹോട്ടലുകളൊക്കെ കണ്ടത് ഓക്കെ നമ്മളിവിടുന്ന് നീങ്ങി പോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പിടിക്കാം കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ബർഗർ സംഭവം ഇത് എന്തൊക്കെയാണെന്നാണ് മനസ്സിലാവാത്തത് ഇതിലേതെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം ഉണ്ടാ മുടാൻ എന്ത് മുടാൻ ഇതൊക്കെ എന്താണ് ഭക്ഷണ ഐറ്റംസ് കണ്ട ഇവിടെയൊക്കെ ഇതിൻ്റെ ഇതാണ് കാണിക്കുന്നത് ഫുൾ അവരുടെ വെറുതെ അല്ല അവരുടെ ഏതോ സ്ട്രീറ്റാണിത് അതായിരിക്കണത് അവരുടെ ഫുഡുകൾ മാത്രം കാണിക്കുന്നത് ഓ അതങ്ങനെ വരട്ടെ അതാണ് നമ്മളുടെ വേറെ ഇത് അവരുടെ ഏതോ ഒരു സ്ട്രീറ്റാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇത് നമുക്ക് നമ്മളുടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ കാണിക്കുന്നില്ല അവിടെ എന്തോ പ്രൊമോഷൻ കാര്യങ്ങളെന്തോ നടക്കുന്നുണ്ട് നമ്മുടെ ഷൂട്ടിങ് കണ്ടില്ലേ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ആഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ യെസ് ക്രിസ്മസിൻ്റെ ഇതുകളെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ നമ്മളതനുസരിച്ച് നമ്മളിത് പോകണം ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന് കുടിക്കുന്നത് കാണാം ഇവിടെ ഉണ്ടാകും നമ്മളുദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഹോട്ടൽ ഇനി ഇവിടെ കാണാൻ ചാൻസ് വളരെ കുറവാണ് കാരണം ഇവിടെ സ്ട്രീറ്റ് വേറെയാണ് കാരണം ഒരു ജപ്പാൻ ചൈനീസൊക്കെ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് കാരണം ഫുഡ് ഐറ്റംസ് മെനു അവിടെ കാണിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നും കാണില്ല ഈ സെൻട്രലി ചൂടാക്കിയിട്ട് നമ്മൾ തന്നെ ഇവിടെ മറ്റേ ഈ ആൾ പറഞ്ഞ പോലെ ഇന്നസെൻറ്റിനോട് പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഇനി ചിക്കനും ഞാൻ തന്നെ വേവിച്ച് കഴിക്കണമായിരിക്കും അങ്ങനത്തെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് അവർ ചിലപ്പോൾ ചിക്കൻ മാത്രം കൊണ്ടുവന്ന് തരും ബാക്കിയുള്ള മസാലയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ തന്നെ എന്ത് ചെയ്യാം പാകം ചെയ്ത് കഴിക്കാം നല്ല പരിപാടിയാണ് അവിടെ ഉണ്ടാവും ഗൈസ് നമുക്ക് അവിടെ ഒന്നും മനസ്സിലാവണില്ല എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അത് കാരണം നമ്മളിത് അവിടെ നിന്ന് സാൻഡ്വിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ് അവിടെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു സാൻഡ്വിച്ചെങ്കിൽ സാൻഡ്വിച്ച് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം ഇനിയിപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് സാൻഡ്വിച്ചാണ് വേണ്ടതെന്നുള്ളത് അതൊരു വലിയ ടാസ്ക്കാണ് ഇനി നമുക്ക് ടാസ്ക് ജബ അതാക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളുണ്ട് ഇത് പോർക്കാണ് ഇട്ടതില്ലേ പോർക്ക് ബീഫുണ്ട് ബീഫ് അത് പറഞ്ഞോ ബീഫ് പറയാം ബീഫുണ്ട്
അല്ല ബീഫ് വേണമെന്ന് പറ. ബീഫ് ഹലാൽ ആ ബീഫ് ഹലാലാണ്. ബീഫ് പറയാ. ആ ബീഫ് പറ. നമ്മൾ ഹലാൽ ഫുഡാണെന്ന് പറഞ്ഞിട്ട് ബീഫ് ഹലാലല്ലേ? ബാക്കി ഇവർ ചൈന അല്ലേ ഇത്? ചൈനക്കാരൻ പോലെ എല്ലാ സാധനങ്ങളും അവർ അടിച്ച് ഏത് പാലിനെ കൂറിനെ അടിച്ച് പ്ലേറ്റിലാക്കുന്ന ടീമായത് കാരണം നമുക്കൊരു പേടിയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ചോദിച്ചു ബീഫിൻ്റെ കാര്യം. അപ്പോൾ അവർ ഹലാലാണെന്ന് പറഞ്ഞു. ചൈനക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ ഗൈസ്? അത് ജ്യൂസ് അവിടെ നിന്ന് വാങ്ങിക്കാം. നൂഡിൽസ് യെസ്, അതെ. ബാക്കി നമ്മളുടെ 2 ഗൈസ് അതായിരിക്കുന്നു. ഗൈസ് ചൈന സാധനമാണ്. ചൈന ജ്യൂസ് പൊറോട്ട പോലെ സാധനം ഉണ്ടാക്കിയിട്ട് അത് പൊളിച്ച് ആ സെൻറ്ററിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ അടിച്ച് കയറ്റും. അങ്ങനെയാണ് നമ്മൾ തരുന്നത്. ഒരെണ്ണം വാങ്ങിക്കാം. ഗൈസ് അവരാ വെട്ടുന്ന സംഭവം ഉണ്ടല്ലോ, ആ വെട്ടുന്ന ഫോർക്ക് ചെയ്ത സംഭവമാണ് അവിടെ. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മറ്റവരുടെ പ്ലേറ്റിലാക്കി കൊടുത്തു. എന്നിട്ട് അവിടെ അതിൻ്റെ തരിയും പൊടിയൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ബീഫും അവിടെ തന്നെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ വരുന്ന സമയത്ത് ആ പോർക്കിൻ്റെ നമ്മളുടെ ഫുഡിൽ വരില്ലേ, അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ജ്യൂസ് എങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കാം ഇനി. ബേബി ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇരുന്ന് അഭ്യാസി. ഗൈസ് അവസാനം ജ്യൂസിലെത്തിയിട്ടുണ്ട്. ജ്യൂസാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങോട്ട് തരും. വേറൊരു പ്രത്യേകത വെച്ചാൽ ഇവരുടെ എല്ലാവരും തന്ന നോട്ടുണ്ടല്ലോ, അതെല്ലാം ചുളുക്കൊന്നുമില്ലാത്ത നോട്ടാണ്. അതെങ്ങനെ ഞാനെല്ലാം ചുരുക്കിയത് ഇതേപോലെയാണ് വെക്കണ മടക്കിയിട്ട്. ഇവൻ ടെലിഫോൺ നമ്പർ വരെ നോട്ടിൽ എഴുതി വെക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് പിന്നെ ചുളുക്ക് ജ്യൂസ്. അതിൻ്റെ ബില്ല് കിട്ടിയാ? ഇല്ലേ? ഇതെന്തത്? ഓ കാർഡാണല്ലേ. ഞാൻ ഹാനിയുടെ ബാഗിൽ എന്താക്കി എൻ്റെ ജ്യൂസ് അതൊക്കെ അതിൽ വെച്ചു. നല്ല ബാഗ് കിട്ടിയണ്ടില്ലേ? ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് ചാലു ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. പെപ്പറോണി പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് പോർക്കാണ്. ആണോ ചാലു? പെപ്പറോണി പോർക്ക് ഷോർട്സിൽ കണ്ടതാ? ചേടാ, അങ്ങനെങ്കിൽ നമ്മൾ ഇസ്ലാമിക്കിലേക്ക് ഇന്ന് പുറത്തു പോല. ഓക്കെ ജ്യൂസ് അതൊക്കെ കൊണ്ടുവരുന്നു. വാങ്ങിച്ചോ ജ്യൂസ് അതേ വരുന്നു. ജ്യൂസ് വരുന്നു വാങ്ങിച്ചോ. എന്താണ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ? യെസ്, അപ്പോൾ ജ്യൂസ് വാങ്ങിക്കുന്നുണ്ട്. ചാലുമാണ് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അത് അവിടെ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ ജ്യൂസ് വരണേ കണ്ടിട്ട് വരുന്നുണ്ട്. ഓക്കെ. ആ ബേബി ദേ വീണ്ടും സീനാക്കി ജ്യൂസ് കണ്ടപ്പോൾ. വെയിറ്റ് ഹാനി, വെയിറ്റ്. കാർഡ് സ്വൈപ്പ് ചെയ്യണം. വെയിറ്റ്. അതെ, കാർഡ് സ്വൈപ്പ് ചെയ്തു. ഓക്കെ, തുറന്നു. ഓക്കെ, തുറന്നു. ഓക്കെ, കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് വേണം കയറാൻ. കയറി. ഓക്കെ, മാളിൽ നേരെ നമ്മളെ റൂമിൽ കയറാൻ പറ്റും. നല്ലൊരു സൗകര്യമാണല്ലേ. നമുക്ക് റൂമിൽ നേരെ മാളിലേക്ക് പോവാം, മാളിൽ നേരെ റൂമിലേക്കും വരാം. ഇന്ന് നമുക്ക് നേരെ റൂമിൽ പോവാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ. അതുവരെ എല്ലാവർക്കും ബായ്. എടാ ഒരു ബായ് പറഞ്ഞേ. ബായ്. ബായ്.